സന്തോഷ സന്താപങ്ങളിൽ ദൃഢമാനസരായി നിന്ന് പ്രാർത്ഥിക്കാം. തിരുനാളിനോടനുബന്ധിച്ചാണ് കടുത്തുരുത്തി വലിയ പള്ളിയിൽ പുറത്തു നമസ്കാരം നടത്തപ്പെട്ടത്. 3 നോമ്പിന്റെ 2ാം ദിനം രാത്രിയിൽ കുരിശിൻ ചുവട്ടിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന സമൂഹ പ്രാർത്ഥനയാണ് പുറത്തു നമസ്കാരം. ജനുവരി 23-ന് കടുത്തുരുത്തി വലിയ പള്ളിയിൽ നടത്തപ്പെട്ട സവിശേഷമായ ഈ പ്രാർത്ഥനയിൽ കുട്ടികളും മുതിർന്നവരുമടക്കം ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. പാപബോധത്തിൽ നിന്നുള്ള പശ്ചാത്താപവും ദൈവകാരുണ്യത്തിനായുള്ള യാചനയുമാണ് പുറത്തു നമസ്കാരത്തിന്റെ ഉള്ളടക്കം. വിശ്വാസികൾ പ്രദക്ഷിണമായി മുത്തിയമ്മയുടെ തിരുസ്വരൂപം കരിങ്കൽ കുരിശിൻ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചതോടെ ആദിലാബാദ് രൂപതാ മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണേക്കാടൻ സന്ദേശം നൽകി. മനുഷ്യൻ അകലുമ്പോൾ മനുഷ്യനെ തേടുന്ന ഒരു ദൈവത്തെയാണ് ബൈബിളിൽ കാണാൻ സാധിക്കുക എന്നും പശ്ചാത്താപം എന്ന വാക്കിന്റെ മൂല അർത്ഥത്തെക്കുറിച്ചും മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ സന്ദേശത്തിൽ വ്യക്തമാക്കി. മനുഷ്യൻ തന്നോട് ചേർന്നിരിക്കുന്നത് ആഗ്രഹിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ അകലുമ്പോൾ മനുഷ്യനെ തേടുന്ന ദൈവം, മനുഷ്യനെ തന്നിലേക്ക് തിരിച്ചു വിളിക്കുന്ന ദൈവം. കർത്താവിന്റെ സന്നിധിയിൽ നിന്നും ഓടിയൊളിക്കാൻ പരിശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു, അവരെ തിരിച്ചു വിളിക്കുന്നു. യോന വിചാരിച്ചു ആർക്കും അറിയാതെ ഒളിച്ചിരിക്കാമെന്ന്, മറ്റു വഴിക്ക് പോകാമെന്ന്. പക്ഷെ കർത്താവ് കണ്ടുപിടിച്ചു. ആദാമോ ഹവ്വായും വിചാരിച്ചു മരങ്ങൾക്കിടയിൽ ഒളിച്ചാൽ കർത്താവ് അറിയില്ല എന്ന്. കർത്താവ് ചോദിച്ചു, നീ എവിടെയാണ്? ഹാഗാർ വിചാരിച്ചു ഈ ഭൂമിയിൽ ആർക്കും അറിയാത്ത വിധം ഓടി രക്ഷപ്പെടാമെന്ന്. അവളെയും കർത്താവ് കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നും ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ നിന്നും ഓടിയൊളിക്കാൻ പരിശ്രമിച്ചാൽ, കർത്താവിൽ നിന്നും അകന്നു നിൽക്കാൻ പരിശ്രമിച്ചാൽ, കർത്താവിൽ നിന്നും മറിഞ്ഞിരിക്കുകയാണെങ്കിൽ കർത്താവിനതറിയാം, കർത്താവിനതിൽ വേദനയുണ്ട്. കർത്താവ് ഇന്ന് അവരോട് ചോദിച്ചതുപോലെ നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നീ എവിടെയാണ്? നീ എവിടെയാണ്? എന്തുകൊണ്ടാണ് നീ ഒളിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ എന്റെ സന്നിധിയിൽ വരാത്തത്? പശ്ചാത്താപം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ചിന്തിക്കുക? നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ വിലപിക്കണം, നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ കരയണം. കണ്ണീരൊഴുക്കലും നെഞ്ചത്തടിക്കലും ഒക്കെയാണ് പശ്ചാത്താപത്തിന്റെ അടയാളങ്ങളായി നമ്മൾ മനസ്സിലാക്കാറുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ പശ്ചാത്താപം അതൊന്നുമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ, പശ്ചാത്താപത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷൂബ് എന്ന് പറയുന്ന ഒരു ഹീബ്രു വാക്കാണ്. ഷൂബ് എന്ന ഹീബ്രു വാക്കിന്റെ മൂല അർത്ഥം പരിശോധിച്ചാൽ അതിന് കരച്ചിലുമായോ കണ്ണീരുമായോ വിലാപമായോ യാതൊരു ബന്ധവുമില്ല. ഷൂബ എന്ന വാക്കിന്റെ അർത്ഥം തിരിയുക എന്നാണ്. തിരിയുക, കർത്താവിലേക്ക് തിരിയുക. കർത്താവിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകുന്ന മനുഷ്യനോട് കർത്താവ് എന്താണ് പറയുന്നത്? നീ തിരിയുക. അതാണ് പശ്ചാത്താപം. തുടർന്ന് നടന്ന പുറത്ത് നമസ്കാര ശുശ്രൂഷകൾക്ക് അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹായ മെത്രാൻമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, ഗീവർഗീസ് മാർ അപ്രേം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. സർവാധിപനാം കർത്താവെ, ഞങ്ങളിതാ യാചിക്കുന്നു, നിന്നോടായി നാഥ കനിയണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയോടെ നടന്ന പുറത്ത് നമസ്കാരത്തിന്റെ തിരുക്കർമ്മങ്ങളിൽ പലവട്ടമാണ് വിശ്വാസികളുടെ യാചനകൾ തിരുസന്നിധിയിലേക്ക് ഉയർന്നത്. മാർ പ്രിൻസ് ആന്റണി പാണേങ്കാടൻ, വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, വലിയ പള്ളി വികാരി ഫാദർ എബ്രഹാം പറമ്പേട്ട്, സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രങ്കുന്നേൽ തുടങ്ങി നിരവധി വൈദികർ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. തുടർന്ന് ആശീർവാദവും കപ്ലോൺ വാഴ്ചയും നടത്തപ്പെട്ടു. ും